വിശദീകരിച്ചാലും വറ്റാത്ത രൂപത്തിൽ കിടക്കുന്ന അധ്യായങ്ങളെ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദിയിൽ നിന്നല്ലേ ഇത് പഠിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നല്ലേ പഠിക്കുന്നത്. ഭർത്താവിനെ കുഴക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് മുശ്രിക്കുകളിൽ നിന്ന് വന്നാൽ അതിന് പരിഹാരം കൊടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചില്ലറ പരിഹാരം ഒന്നും ഞങ്ങൾ ആലോചിച്ചു. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 40-ാമത്തെ വയസ്സിൽ നേരത്തെ 2 ഭർത്താക്കന്മാർ കഴിഞ്ഞ് നബിതങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിവാഹം ആലോചിച്ച് തങ്ങളെ വരനായി സ്വീകരിച്ചപ്പോ മക്കക്കാർ ആദ്യം പറഞ്ഞ ആക്ഷേപം എന്താ? ഖദീജ ഒരു പൈസ ഇല്ലാത്ത ഒരു പച്ച പാവത്ത് നോക്കിയിട്ടാണോ ഭർത്താവായി തെരഞ്ഞെടുക്കാൻ കണ്ടത്? അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ പരിഹാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ സ്വത്തിന്റെ മുഴുവൻ അധികാരവും തങ്ങളെ ഞാൻ ഏൽപ്പിച്ചു. ഇനി ആ സമ്പത്തെടുത്ത് തങ്ങൾ ചെലവഴിച്ചോളൂ. അതല്ലേ തങ്ങൾ പറഞ്ഞത്, ജനങ്ങളെല്ലാവരും എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ എനിക്ക് വേണ്ടത് അത്രയും തന്ന് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ്. ഖുർആനും അതെടുത്തു പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഗ്നാ. വവജദക ആയിലൻ, നബിയെ തങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലായിട്ട് അല്ലാഹു തങ്ങളെ എത്തിച്ചു. ജനങ്ങൾ തങ്ങളെ പറ്റി അങ്ങനെ മനസ്സിലാക്കി. ഫഗ്നാ, അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ഫഗ്നാക ബിമാലി ഖദീജത, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് തന്ന് തങ്ങളെ അല്ലാഹു സമ്പന്നനാക്കി. അതൊരു സ്നേഹത്തിന്റെ പരിഹാരമാണ്.